നിങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, യശീബു ഇബ്നു ആദം വയശുബ്ബു ഫീഹി ഖസ്ലതാൻ. മനുഷ്യനിൽ പ്രായമാകുമ്പോൾ അവരിൽ രണ്ട് സ്വഭാവത്തിന് യൗവനമായിരിക്കും. അൽ ഹിർസു വൽ അമൽ. ഒന്ന്, ജീവിതത്തിൽ ഇനിയും കുറെ കാലം ജീവിക്കാനുണ്ട് എന്ന തോന്നൽ വരും. പിന്നെ വൽ അമൽ, ഇനിയും ഒരുപാട് കാശുണ്ടാക്കണം എന്ന തോന്നൽ മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്ന. ഇല്ലാ മാ റഹിമ റബ്ബി. അത് അല്ലാഹു സംരക്ഷിക്കുന്ന ചില ആളുകൾക്ക് അതില്ലാതിരിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, യാളുടെ ഹൃദയം നന്നാകണം, കൽബ് നന്നാകണം, സൂക്ഷ്മശാലിയായി ജീവിക്കണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യനാദ്യം ചെയ്യേണ്ട ഒരു കാര്യം അവന്റെ നെഫ്സിന്റെ അയ്ബുകളെ സൂക്ഷ്മമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ എന്നെ കുറിച്ച് എന്റെ അടുക്കൽ വല്ല തെറ്റുണ്ടോ? അതിന് കുറെ മാർഗങ്ങൾ മഹാനുഭാവൻ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, റഹിമല്ലാഹു റഅൻ അഹ്ദാ ഇലയ്യ ഉയൂബി. എന്റെ ന്യൂനതകൾ എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ. എന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയോ? നമ്മളോട് ആരെങ്കിലും അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഇടി കൊടുക്കാൻ തോന്നുന്ന സ്വഭാവമാണ്. ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ ബഹുമാനപ്പെട്ട ഈ മഹാന്മാരെ സ്മരിക്കുന്ന ഈ ഹദ്റത്തിൽ വെച്ച് അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഖൽബിൽ നിഫാഖ് ബാധിക്കാതെ ഈമാനെ സലാമത്താക്കണം. മറ്റൊരു നിഫാഖുണ്ട്, പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, അത് അമലിയായ നിഫാഖാണ്. അമലിയായ നിഫാഖ്, കർമ്മരംഗത്തുള്ള നിഫാഖ്. അത് നന്നായി ശ്രദ്ധിക്കണം. കർമ്മരംഗത്തുള്ള നിഫാഖ് എന്ന് പറഞ്ഞാൽ അതാണ് ഹദീസിൽ പറഞ്ഞത്, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാ. 4 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഒറിജിനൽ മുനാഫിഖ്. അതേത് മുനാഫിഖാ? വിശ്വാസ രംഗത്തുള്ള മുനാഫിഖല്ല, കർമ്മരംഗത്തുള്ള മുനാഫിഖാണ്. കർമ്മരംഗത്ത് നിഫാഖുണ്ടായാലും സംഗതി പ്രശ്നം തന്നെയാണ്. എവിടെയാണത് ബാധിക്കുക എന്നറിയോ? മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഈമാൻ തെറ്റിപ്പോകുന്നു. കർമ്മരംഗത്ത് നിഫാഖ് ബാധിച്ചാൽ എങ്ങനെയാണ്? അതാണ് തൊള്ള തുറന്നാൽ പൊള്ളേ പറയുള്ളൂ. വിശ്വസിച്ചാൽ ചതിക്കും. തെറ്റിയാൽ അനാവശ്യം പറയും. വാക്ക് കൊടുത്താൽ അത് ലംഘിക്കും. ഇങ്ങനെ കർമ്മരംഗത്ത് മോശമുള്ള ആളുകളില്ലേ, അതും ഒരു നിഫാഖാണ്. അതുകൊണ്ട് അന്ത്യം മോശമായി പോകും. അന്ത്യം മോശമായാലും എത്തുന്ന നരകത്തിലാണ്. രണ്ടും വരാതെ നമ്മുടെ ഖൽബിനെ സൂക്ഷിക്കുമ്പോഴാണ് ഒറിജിനൽ ഈമാനുള്ള മുഅ്മിനീങ്ങളാവുക. അല്ലാഹു യഥാർത്ഥ മുഅ്മിനീങ്ങൾ നമ്മളെ ചേർത്തി തരട്ടെ.